നിങ്ങൾ ഐഫോൺ ആണ് യൂസ് ചെയ്യുന്നത്. ഐഫോണിൽ iOS 18.4 അവൈലബിൾ ആയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തു. ബാറ്ററി ഡ്രെയിൻ ഇഷ്യൂ അല്ലെങ്കിൽ കാര്യമായിട്ടുള്ള ഇഷ്യൂസ് ഒന്നും ഫേസ് ചെയ്യുന്നൊന്നുമില്ല. ഈ ഒരു അപ്ഡേറ്റ് ആപ്പിളിന്റെ സൈഡിൽ നിന്നുള്ള ഒരു മേജർ അപ്ഡേറ്റ് ആണ്. ഈ ഒരു അപ്ഡേറ്റിൽ നമുക്ക് സിസ്റ്റം വൈഡ് മലയാളം സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുണ്ട്. അതായത് ഇപ്പം നമ്മളിപ്പോൾ സെറ്റിംഗ്സിൽ പോയതാണെങ്കിൽ ഇംഗ്ലീഷ് ആണല്ലോ കാണുന്നത്. അതിനെ കംപ്ലീറ്റ് ആയിട്ട് വേണമെങ്കിൽ മലയാളത്തിൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ആപ്പിൾ മ്യൂസിക് യൂസ് ചെയ്തിട്ട് മ്യൂസിക് ലിസൺ ചെയ്യുന്നവർക്ക് ആംബിയന്റ് മ്യൂസിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫീച്ചർ കൺട്രോൾ സെന്ററിൽ ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ അവൈലബിൾ ആയിട്ടുണ്ട്. അത് മാത്രമല്ല ആപ്പിൾ ഇന്റലിജൻസ് സപ്പോർട്ടഡ് ആയിട്ടുള്ള ഡിവൈസിലും കൺട്രോൾ സെന്ററിൽ ആപ്പിൾ ഇന്റലിജൻസ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ആപ്പ് സ്റ്റോറിൽ നിന്ന് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷന് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ അത് പോസ് ചെയ്യാം, റെസ്യൂമും കൂടെ ചെയ്യാൻ വേണ്ടി പറ്റുന്ന പുതിയൊരു ഓപ്ഷന് അവൈലബിൾ ആയിട്ടുണ്ട്. ആപ്പിൾ ഇന്റലിജൻസ് സപ്പോർട്ടഡ് ആയിട്ടുള്ള ഫോണിൽ നമുക്ക് പ്രയോറിറ്റീസ് നോട്ടിഫിക്കേഷൻ ഓപ്ഷനും കൂടെ അവൈലബിൾ ആയിട്ടുണ്ട്. അത് എനേബിൾ ചെയ്താണെങ്കിൽ നോട്ടിഫിക്കേഷൻസിന്റെ പ്രയോറിറ്റി അനുസരിച്ചിട്ട് നമുക്ക് നോട്ടിഫിക്കേഷനിൽ അത് ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. ആപ്പിൾ ഇന്റലിജൻസിൽ ലാംഗ്വേജ് ഇംഗ്ലീഷ് ഇന്ത്യയും കൂടെ അവൈലബിൾ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലുള്ളവർക്കും ഇനി മുതൽ ആപ്പിൾ ഇന്റലിജൻസ് ഫീച്ചേഴ്സ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. കൺട്രോൾ സെന്ററിൽ ബ്രൈറ്റ്നസിന്റെയും സൗണ്ടിന്റെയും അവർ കളർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. 8 പുതിയ ഇമോജീസ് കൂടെ പുതുതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അടുത്തത് ഫോട്ടോസ് ആപ്പിൽ 1 ക്ലിക്കിൽ ഫോട്ടോസ് ഡിലീറ്റ് അല്ലെങ്കിൽ റിക്കവർ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇതൊക്കെയാണ് iOS 18.4 വന്ന മേജർ ചേഞ്ചസുകൾ. 18.4ന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ അവിടെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി കരുതുന്നു. ഐഫോൺ യൂസ് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തെടുത്തോളൂ. ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ജസ്റ്റ് എന്നെ ഒന്ന് ഫോളോയും കൂടെ ചെയ്തോളൂ.